ഇതൊരു ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിരിക്കും. മോസ്റ്റ്ലി ഇപ്പം EMI എടുത്ത് ഒരുപാട് പേര് നമ്മൾ ഫോൺ മേടിക്കുന്നുണ്ട്. മേ ബി ദേ ആർ നോട്ട് യൂസിങ് ദ 1% ഓഫ് ഇറ്റ് അല്ലേ? അപ്പം അതിനെപ്പറ്റി ആസ് എ ടെക് റിവ്യൂവർ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? EMI എടുക്കണോ വേണ്ടതെന്നുള്ള ഐ തിങ്ക് പേഴ്സണലി ദാറ്റ്സ് ദെയർ ചോയ്സ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സാധനം എടുത്തിട്ട് EMI എടുക്കണം വേറൊരാൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ദാറ്റ്സ് മൈ ചോയ്സ്. അതേപോലെ തന്നെ ഐ ഫീൽ ദാറ്റ്സ് ദെയർ ചോയ്സ്. ബട്ട് ഐ ഫീൽ എവരി വൺ ഷുഡ് ബി ഏബിൾ ടു മാനേജ് ദ ഫൈനാൻസസ്. അതാണ് അത് വെച്ചിട്ട് ദേ ക്യാൻ ടേക്ക് ഓൺ EMI, ദേ ക്യാൻ ടേക്ക് ഫുൾ പേയ്മെൻറ്റ് എടുക്കുന്ന ദാറ്റ്സ് അപ് ടു ദം. ബട്ട് 1% യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് എഗെയിൻ ഐ ഡോണ്ട് നോ. ചിലപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും, ചിലവർ ആ ട്രെൻഡ് നോക്കി വാങ്ങുന്നവരുണ്ടാവാം. ബട്ട് ഇഫ് ദേ ആർ ഹാപ്പി വിത്ത് ദ പ്രൊഡക്റ്റ് ഐ ഫീൽ ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു പുതിയൊരു ഷർട്ടോ ഡ്രസ്സോ അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങിയിട്ട് ഞാൻ ഹാപ്പി ആണെങ്കിൽ അതർ പേഴ്സൺ നീ നോട്ട് ബി ഹാപ്പി. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഹാപ്പി ആണെങ്കിൽ അതേപോലെ തന്നെ വേറൊരാൾ ഫോൺ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ ഇഫ് ഈസ് ഹാപ്പി വിത്ത് വാട്ട് എവർ ഈസ് ഡൂയിങ് വിത്ത് ദാറ്റ് പ്രൊഡക്റ്റ് ഐ തിങ്ക് ദാറ്റ് സ്യൂട്ട്സ്. മീൻ EMIൻ്റെ കാര്യം ഒബ്വിയസ്ലി എവറി വൺ ഹാസ് ദെയർ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കിഡ്സ് ആണെങ്കിലും ഇപ്പോൾ ആരാണെങ്കിലും ദേ നോ വാട്ട് ദേ ഡൂയിങ് എന്നാണ് എൻ്റെ ഒരു പേഴ്സൺ. അതായത് ഞാൻ അഡ്വൈസും ചെയ്യത്തില്ല യു ഷുഡിൻ ബൈ ഓർ യു ഷുഡ് ബൈ, ഞാൻ പറയത്തില്ല. ഇഫ് ദേ ആർ ഓക്കെ ഇൻ ബൈയിങ് EMI ദേ ക്യാൻ ബൈ. ബട്ട് ദേ ഷുഡ് ബി അവെയർ ഓഫ് ദെയർ ഫിനാൻഷ്യൽ ഒബ്വിയസ്ലി ദേ ഷുഡ് ബി അവെയർ. പ്ലാനിങ് ഉണ്ടാവുക, അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫിനാൻഷ്യൽ പ്ലാനിങ് ഡെഫിനറ്റ്ലി ഒരു കാര്യം നേരിടുകയാണ് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടൊരു കാര്യമാണ്. ഇല്ല എന്നൊന്നും പറയുന്നില്ല, ദേ ഹാവ് എബിലിറ്റി, ബട്ട് ദേ ഷുഡ് ഡൂ ദാറ്റ്. അതാണ് ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി ദേ ഷുഡ് ഡൂ ദാറ്റ്. കാരണം അതില്ലെങ്കിൽ ഈ പറഞ്ഞ EMI എല്ലാം വർക്കൗട്ട് ആവത്തില്ല. ബട്ട് EMIയിൽ മേടിക്കുന്നതിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എൻ ഇഷ്യൂ. ഐ മീൻ ഇഫ് യു ഹാവ് ദ ഫൈനാൻസസ് വാട്ട്സ് ദ ഇഷ്യൂ ഇൻ ബൈയിങ് ഇൻ EMI? നമ്മൾ എല്ലാവരും ഹോം ലോൺ എടുക്കുന്നുണ്ട്, കാർ ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ EMIയിൽ വാങ്ങാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹോം എന്ത് ഫുള്ള് ഒറ്റയടിക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. ഇഫ് യു ക്യാൻ മാനേജ് യുവർ ഫിനാൻസസ് ഒബ്വിയസ്ലി യു ക്യാൻ ബൈ.